കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ 8 മാസം ഗർഭിണിയായ യുവതിക്ക് നേരെ നടന്ന ക്രൂരമായ ആക്രമണം കേരള മനസ്സാക്ഷിയെ നടുക്കിയിരിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമയായ പങ്കാളി ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച യുവതിയുടെ ശരീരമാകെ പൊള്ളിച്ച സംഭവം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. കോടഞ്ചേരി പെരുവില്ലി സ്വദേശിയായ ഷാഹിദ് റഹ്മാനാണ് ഈ അരുംകൊലയ്ക്ക് തുല്യമായ ക്രൂരത കാട്ടിയത്. 8 മാസം വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിനെയും സ്വന്തം പങ്കാളിയെയും ഒരേപോലെ അപകടത്തിലാക്കുന്ന തരത്തിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. യുവതിയുടെ കൈകൾക്കും കാലുകൾക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. തിളച്ചുമറിഞ്ഞ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ ബലം പ്രയോഗിച്ച് പൊള്ളിക്കുകയായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ യുവതിയുടെ നിലവിളി കേട്ടാണ് അയൽവാസികൾ വിവരമറിയുന്നത്. ആക്രമണത്തിന് ശേഷം അവശയായ യുവതിയെ ഉടൻ തന്നെ കോടഞ്ചേരിയിലെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പൊള്ളൽ ഗുരുതരമായതിനാലും ഗർഭിണിയായതിനാൽ കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുള്ളതിനാലും വിദഗ്ധ ചികിത്സയ്ക്കായി അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രതിയുടെ ലഹരി ഉപയോഗമാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ഷാഹിദ് റഹ്മാൻ ദീർഘകാലമായി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നു. സംഭവത്തിന് തലേ ദിവസം തന്നെ ഷാഹിദ് നാട്ടിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് കോടഞ്ചേരി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ഇയാളെ താക്കീത് നൽകി അന്ന് തന്നെ വിട്ടയച്ചു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഷാഹിദ് വീട്ടിലെത്തി പങ്കാളിയോട് ക്രോധം തീർത്തത്. തന്നെ പോലീസിൽ പിടിച്ചു കൊടുത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. വീട്ടിലെത്തി ഉടൻ തന്നെ ഇയാൾ യുവതിയുമായി വഴക്കിട്ടു. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്ത് ചൂടാക്കിയ യുവതിയെ ആക്രമിക്കുകയായിരുന്നു. ഗർഭിണിയാണെന്ന് പരിഗണന പോലും നൽകാതെയായിരുന്നു ഷാഹിദിന്റെ കിരാത നടപടി. യുവതിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഷാഹിദിനെ തടയാൻ ശ്രമിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്നീട് പിന്തുടർന്ന് പിടികൂടി. ഇയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ലഹരി ഉപയോഗം കുടുംബ ബന്ധങ്ങളെ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഭീകരമായ ഉദാഹരണമാണ് ഈ സംഭവം. മയക്കുമരുന്നിന് അടിമകളാകുന്നവർ സ്വന്തം ബന്ധങ്ങളെ പോലും തിരിച്ചറിയാതെ അക്രമാസക്തരാകുന്നത് സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യുവതി ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ അടിയന്തരമായി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. കുഞ്ഞിന് നിലവിൽ അപകടമില്ലെന്നാണ് പ്രാഥമിക വിവരം. ആശുപത്രിയിൽ കഴിയുന്ന യുവതിക്ക് ആവശ്യമായ എല്ലാ നിയമസഹായവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും പ്രതിക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഭർത്താവിൽ നിന്ന് മുൻപും സമാനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ മൊഴി നൽകിയതായാണ് സൂചന. എന്നാൽ ഭയം കാരണമാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത്. മെഡിക്കൽ കോളേജിലെ പൊള്ളൽ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ശാരീരിക മുറിവുകൾ കാലക്രമേണ ഉണങ്ങിയേക്കാമെങ്കിലും ഗർഭകാലത്ത് അനുഭവിച്ച ഈ മാനസികാഘാതം മറികടക്കാൻ കൗൺസിലിംഗ് ആവശ്യമായി വരും. പ്രതിയായ ഷാഹിദ് റഹ്മാനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾക്ക് ലഹരി മരുന്ന് നൽകുന്ന സംഘത്തെ കണ്ടെത്താനായി പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്.